ഹായ് ഫ്രണ്ട്സ്, ഫിനാൻസ് ട്രെയിനിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി വിയാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലഘുവായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയാണ്. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പണം ചെലവഴിക്കാനും നമുക്ക് സേവിങ്സിലേക്ക് കരുതി വെക്കാനും എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഉപകരിക്കുന്ന നമ്മളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ ഉള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കിന്റെ പേര് 50-30-20 റൂൾ എന്നാണ്. എന്താണ് 50-30-20 റൂൾ? നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നമുക്കിപ്പോൾ ഫിക്സഡ് ഇൻകം ആണ്, നമുക്ക് സാലറിയുടെ പേഴ്സൺ ആണ്, ഫിക്സഡ് ഇൻകം ആണ് കിട്ടുന്നതെങ്കിൽ ആ സാലറിയുടെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് ഓരോ കാറ്റഗറിക്ക് വേണ്ടിയും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എക്സ്ട്രാ കടം വാങ്ങാതെ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. 50-30-20 റൂളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 സെഗ്മെന്റ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് സെഗ്മെന്റ് ആണ് നീഡ്, രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വാണ്ട്, മൂന്നാമത്തെ സെഗ്മെന്റ് സേവിങ്സ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 50% താഴെ മാത്രം നമ്മൾ നമ്മുടെ നീഡിലേക്ക് മാറ്റി വെക്കുക. നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഭക്ഷണം, പാർപ്പിടം, നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ക്ലോത്തിങ് അല്ലെങ്കിൽ നമുക്ക് റെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നീഡ് എന്ന് പറയുന്നത്. നമുക്കത് എല്ലാ മാസങ്ങളിലും നമുക്ക് ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും, വരുമാനം ഉണ്ടെങ്കിലും വരുമാനം ഇല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കണം, നമുക്ക് പാർപ്പിടത്തിന്റെ കോസ്റ്റ് കൊടുക്കണം, നമ്മൾ കാർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കാർ ലോൺ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതാണ് നീഡ് എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ്, വളരെ മിനിമൽ ആയിട്ടുള്ള നിങ്ങൾ ജോലി ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് റിക്കർ ചെയ്യുന്ന പേയ്മെന്റ് ആണത്. അപ്പൊ അതിനെ നീഡ് എന്ന് പറയാം. ഈ നീഡ് എത്രയാണെന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ 50,000 രൂപ കിട്ടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും 25,000 രൂപ അദ്ദേഹത്തിന്റെ നീഡിലേക്ക് മാറ്റിവെക്കാൻ പറ്റും. 25,000 രൂപ നീഡിലേക്ക് മാറ്റിവെക്കാൻ പറ്റും. പക്ഷേ എന്നുള്ളൊരു വ്യക്തി ഒരു മാസം റെന്റ് 10,000 റുപ്പീസ് ആണ് കൊടുക്കുന്നത്, ഫുഡിന് വേണ്ടി ചിലവാക്കുന്ന 5,000 റുപ്പീസ് ആണ്, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി 500 റുപ്പീസ് ആണ്, ക്ലോത്തിങ്ങിന് വേണ്ടി ബേസിക് ക്ലോത്തിങ്ങിന് വേണ്ടി 1,000 റുപ്പീസ് ചിലവാക്കുന്നെങ്കിൽ അദ്ദേഹം ചിലവാക്കുന്ന എമൗണ്ട് 16,500 രൂപയാണ്. ബാക്കിയുള്ള എമൗണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? സുഖമായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറിച്ച് നമ്മളുടെ ചെലവ്, നമ്മൾ നീഡ് എന്ന് പറയുന്നത് നമ്മളുടെ വരുമാനം, നമ്മുടെ ഈ പറഞ്ഞ സാലറിയുടെ 50%-നെക്കാട്ടും കൂടുതലാണെങ്കിൽ സംതിങ് യു ഹാവ് ടു ടേക്ക് കെയർ. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ നീഡാണ്. രണ്ടാമത്തെ പോർഷനാണ് വാണ്ട്. നമുക്ക് അറിയാം, നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ 30% വേണ്ടി മാത്രം മാറ്റിവെക്കുക. 30% എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വാൺസിൽ വരാം, നമ്മൾ ഫിലിമിന് പോകുന്നത്, നമ്മൾ റീചാർജ് ചെയ്യുന്നത്, നമുക്ക് 1-2-3 ഫോൺ ഉണ്ടെങ്കിൽ ആ 3 ഫോണിലും റീചാർജ് ചെയ്യുന്ന എമൗണ്ട് ചിലപ്പോൾ വാണ്ട് ആയിരിക്കാം. ഒരു ഫോൺ ആയിരിക്കാം ബേസിക് റിക്വയർമെന്റ്, ബാക്കി ഫോണുകളൊക്കെ നമ്മൾ വാണ്ടിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യുന്നത്, ആമസോണിൽ നിന്നും പുതിയ ഗാഡ്ജറ്റുകൾ വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 50,000 രൂപ ആണെന്നുണ്ടെങ്കിൽ 15,000 രൂപ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാണ്ട്സിലേക്ക് മാറ്റിവെക്കാം. ബാക്കിയുള്ള 20%, അതായത് 10,000 രൂപയാണ് നമ്മൾ സേവിങ്സിനായിട്ട് മാറ്റിവെക്കേണ്ടത്. ഈ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ട എമൗണ്ട്, ചിട്ടി, ഇൻഷുറൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ സേവിങ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഫിനാൻസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു മിനിമം സക്സസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഈ ഒരു രീതിയിൽ മാത്രം കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ബേർഡൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബജറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്, എത്ര രൂപയാണ് നമുക്ക് വരുമാനം വരുന്നത്, എത്ര രൂപയാണ് നമ്മൾ നീഡിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത്, എത്ര രൂപയാണ് നമ്മൾ വാണ്ടിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി നിങ്ങൾ എക്സൽ ഷീറ്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ മസ്റ്റായിട്ടും കൊടുക്കേണ്ട സാധനങ്ങളാണ് നമ്മൾ നീഡ് എന്ന് പറയാം. റെൻറ്റ്, ഫുഡ്, ക്ലോത്തിങ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെൻറ്റ്, ഫുഡ്, ക്ലോത്തിങ്ങിന് ഒരു വ്യക്തി ചിലവാക്കുന്നത് 16,500 ആണ്. നമുക്ക് 50,000 ആണ് കൺസിഡർ ടോട്ടൽ സാലറി 50,000 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അയാൾക്ക് നമ്മുടെ 50-30-20 റൂൾ പ്രകാരം 50-30-20 റൂൾ പ്രകാരം ആക്ച്വലി 25,000 രൂപ നീഡിലേക്ക് പോകാം. പക്ഷേ ടെക്നിക്കലി ഇദ്ദേഹം 16,500 ആണ് നീഡിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ മാസവും ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇവിടെ 8,500 രൂപ ബാലൻസ് വരുന്നുണ്ട്. അത് ആക്ച്വലി അദ്ദേഹത്തിന് ഇതർ വാണ്ടിലേക്കോ സേവിങ്സിലേക്കോ കൊടുക്കാം. അദ്ദേഹം ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടിന് വേണ്ടിയിട്ട് 5,000 റുപ്പീസ്, ആമസോൺ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് 5,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നു. ടോട്ടൽ 10,000. പക്ഷേ 5,000 രൂപയുടെ ക്യാപ്പും കൂടി ഉണ്ട്. 5,000 റുപ്പീസാണ് ബാലൻസ് ഉള്ളത്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി സേവിങ്സ് 2000-ഉം ചിട്ടി 3000-ഉമാണ്, അല്ലെങ്കിൽ ചിട്ടി 3000-ഉം ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 2000-ഉമാണ്, 5000 ആണ് സേവ് ചെയ്യുന്നത്. ടെക്നിക്കലി ഇത് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബാലൻസ്ഡ്. ഇവിടെ 5,000 റുപ്പീസ് ലെസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ഈ ഇത്രയും എമൗണ്ട് 18,500 ഈതർ അദ്ദേഹത്തിൻ്റെ സേവിങ്സിലേക്ക് കൊണ്ടുപോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഒരു ഞാൻ യൂസ് കേസ് പറയാം. ഇവിടെ നമ്മൾ ഈ നീഡ് കഴിഞ്ഞു, നീഡ് 16,500 നമ്മൾ ഈ ബാക്കിയുള്ള എമൗണ്ട് 20,000 ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി ബാലൻസുകൾ തെറ്റി, കണ്ടോ, -5,000 വന്നു. അപ്പം നമുക്ക് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പ്രോപ്പറായിട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരിക്കലും നമ്മളെ ഡിസയേഴ്സ് നമ്മുടെ ഈ 30%-നേക്കാട്ടും കൂടുതലാകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഇവിടെ 25,000 ക്യാപ്പ്. ഈ സംഭവം നമ്മൾ ആക്ച്വലി 30,000 നമുക്ക് വരുന്നത് എങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആക്ച്വലി ഇപ്പം ഇവിടെ ഇദ്ദേഹത്തിന് ഇവിടെ 16,500 ഓക്കെ. അപ്പോൾ ഈ 8,500 അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ 8,500 എടുത്തിട്ട് പ്രോപ്പറായിട്ട് വോണ്ടിലേക്ക് ആക്ച്വലി 15,000 തന്നെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എഗെയിൻ ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ വോണ്ടിലുള്ള ബാക്കി എമൗണ്ട് എടുത്തിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെയും എഗെയിൻ ഒരു -3,000 അക്കോർഡിംഗ് ടു ദിസ് റൂൾ. ഈ റൂൾ പ്രകാരം 3,500 മൈനസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് 12,500 സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ. സോ എഗെയിൻ അപ്പം 2,500 ബാലൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ എമൗണ്ട് രണ്ടും 29,000 രൂപയാണ് വരുന്നത്. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് സേവിങ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സേവിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് ഉപയോഗിക്കാം, കയ്യിലുള്ള ക്യാഷ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ നീഡ്, വാണ്ട്, സേവിങ്സ് എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബജറ്റിൽ വളരെ കൃത്യമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒരു മിനിമം സക്സസ് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സേവിങ്സിനെ കുറിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ടുള്ള എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.